എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം അധികം താമസിയാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനെ കേക്കെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോളയെന്നൊക്കെ പറയാം, പക്ഷേ പോളയല്ല, ഒരു കേക്ക് പോലെ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സും അതുപോലെ മുന്തിരിങ്ങ അതുപോലെ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ചട്ടിയിലേക്ക്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ റൈസിൻസും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. നമ്മൾ ഈ റെസിപ്പിയിലേക്ക് എടുത്തിരിക്കുന്നത് 2 ഏത്തപ്പഴമാണ്, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസിൻസും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇതേ നെയ്യിൽ തന്നെ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുപ്പില്ലാത്തതായാലും കുഴപ്പമില്ല. ഇനി മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഈ ഏത്തപ്പഴം കാരമലൈസ് ആയി കിട്ടും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിവിടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏത്തപ്പഴം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കായ്പോള ഉണ്ടാക്കുന്നത് നമ്മൾ ഇങ്ങനെ ഏത്തപ്പഴം ഉണ്ടാക്കിയതിന് ശേഷം മുട്ടയിൽ മിക്സ് ചെയ്തിട്ടാണ്. നമ്മളിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു മുട്ടയിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കാൻ മറക്കരുത്. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. മണമില്ലാത്ത ഓയിലാണ്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കിയതോ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തു. ഇനി ബാക്കി നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. ഇനി ഒരു അരിപ്പയിലോട്ട് നമ്മൾ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പൊടിയെല്ലാം അരിച്ചതിലേക്ക് ചേർത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ബീറ്ററൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുള്ള തടുത്തവിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാറ്റിലോ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കട്ടകളില്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവസാനം ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തു. അങ്ങനെ മൊത്തത്തിൽ 1/2 കപ്പ് പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കിത് ഫ്രൈ പാനിലിട്ട് ചെറുതീയിലിട്ട് അടച്ചു വെച്ച് വേവിച്ചും എടുക്കാവുന്നതാണ്. അപ്പം ബേക്ക് ചെയ്യുന്നവർ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാത്രത്തിന് പൊക്കം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് അളവിൽ പൊടി ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇനിയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വരട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അവിടെയായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ബേക്ക് ആയി കഴിയുമ്പോൾ. അപ്പോൾ അവിടെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. ഞാനൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓരോ പീസൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളൊരു ആപ്പിൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആപ്പിളിന് പകരം നല്ല വരട്ടിയ ഏത്തപ്പഴമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്